സ്വാഗതം. നീറ്റ് UG ചോദ്യപേപ്പർ ചോർന്നെന്ന് സുപ്രീം കോടതി. ക്രമക്കേട് പരീക്ഷയുടെ വിശ്വാസ്യതയെ ബാധിച്ചോ എന്ന് പരിശോധിക്കും. കേന്ദ്ര സർക്കാരിനോടും ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയോടും സുപ്രീം കോടതി ഉയർത്തിയ ചോദ്യങ്ങൾ ഇങ്ങനെ: ചോദ്യപേപ്പറുകൾ ആരുടെ കസ്റ്റഡിയിലാണ് സൂക്ഷിച്ചത്? ഏത് പ്രസിലാണ് ചോദ്യപേപ്പർ അച്ചടിച്ചത്? ചോദ്യപേപ്പറുകൾ SBIക്കും കാനറ ബാങ്കിനും കൈമാറിയത് എന്ന്? ചോദ്യപേപ്പർ സുരക്ഷിതമായി പരീക്ഷാ കേന്ദ്രങ്ങളിലെത്തിക്കാൻ എന്തൊക്കെ സൗകര്യങ്ങൾ NTA ചെയ്തു? അച്ചടിച്ച പ്രസ് ചോദ്യപേപ്പറുകൾ NDAക്ക് കൈമാറിയത് എങ്ങനെ? ഈ നടപടിക്രമങ്ങൾക്ക് എത്ര ദിവസമെടുത്തു? ചോദ്യപേപ്പർ ചോർന്നത് പരീക്ഷയ്ക്ക് അടുത്ത ദിവസത്തിലാണോ എന്നും സുപ്രീം കോടതി ചോദിച്ചു. ഈ ചോദ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാരും ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയും വ്യാഴാഴ്ച മറുപടി നൽകണം. ചോദ്യപേപ്പർ ചോർന്നുവെന്നത് വസ്തുതയാണ്. നീറ്റ് UG പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചു. 23 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്നതാണ് നീറ്റ് UG പരീക്ഷ. ചോദ്യപേപ്പർ ചോർന്നത് എങ്ങനെയെന്ന് കണ്ടെത്തണം. കുറ്റക്കാരും ഉപഭോക്താക്കളും ആരെന്നും അറിയണം. നേട്ടമുണ്ടായവരെ കണ്ടെത്താൻ എന്ത് നടപടി സ്വീകരിച്ചുവെന്നും കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു. ചോദ്യപേപ്പർ എത്രത്തോളം ചോർന്നുവെന്നത് പ്രധാനമെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ പരാമർശം. ചോദ്യപേപ്പർ ചോർത്തിയവരെ കണ്ടെത്താനായില്ലെങ്കിൽ പുനഃപരീക്ഷ നടത്തേണ്ടി വരുമെന്നും സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി. അന്വേഷണത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് CBI നൽകണം. ഭാവിയിലെ ക്രമക്കേട് തടയാനുള്ള മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കാൻ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ളവർ ഉൾപ്പെടുന്ന വിദഗ്ധ സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിക്കണം എന്നുമാണ് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ്. പരീക്ഷാ ക്രമക്കേടിൽ ആകെ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 13 പ്രതികളെ CBI അറസ്റ്റ് ചെയ്തുവെന്നും കേന്ദ്ര സർക്കാർ വിശദീകരിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ സുപ്രീം കോടതി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.